എൻ്റെ ചോദ്യം, ആ അപകട സമയത്തിൽ ആ വിളിച്ച ആൾക്ക് ഇപ്പോൾ നേരത്തെ പ്രസംഗിച്ച ഉസ്താദ് പറഞ്ഞു അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി മരിക്കാൻ തൗഫീക്ക് തരണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ നമുക്ക് ഭാഗ്യം വേണമെന്ന്. അത് എല്ലാ മുസ്ലിമീങ്ങളെയും അത് തന്നെയാണ് ഷഹാദത്ത് കലിമ. ആ പറഞ്ഞിട്ട് എന്തായാലും ആ അപകടം സംഭവിച്ച ആ സുഹൃത്തിന് ഹോബിയായിട്ട് വന്നതാണ് മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിച്ചിട്ട്. ഈ സഹോദരന് അവസാനം മരിക്കുമ്പോൾ അപകടത്തിൽ മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിച്ചു, ആ സമയത്ത് മരിച്ചു. ആ സഹോദരന് ഷഹാദത്ത് കലിമ ആയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കിയാക്കാം ഇൻഷാ അല്ലാഹ്. ചോദ്യം അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ നേരത്ത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നുള്ള പ്രശ്നം അതല്ല സുഹൃത്ത് ഉദ്ദേശിച്ചത്. അവസാനത്തെ വാചകം മുഹിയുദ്ദീൻ ഷേഖ് ആവൂലേ എന്നാണ് ഞാൻ പറയുന്നു. മുഹിയുദ്ദീൻ ഷേഖിനെയല്ലേ കാവൽ വിളിച്ചത്? കാവൽ വിളിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ഷേഖ് എന്ന് വിളിച്ച മുഅ്മിനിന്റെ അടുത്ത് മുഹിയുദ്ദീൻ ഷേഖ് വരും. അത് വിളിച്ചാൽ അവിടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മുഹിയുദ്ദീൻ ഷേഖിന്റെ കഴിവ് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട, മുഹിയുദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചു പോകില്ല. ആ മുഹിയുദ്ദീൻ ഷേഖിന്റെ കാവൽ അപ്പ കിട്ടും. ഉടനെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി പറയും, അതും കൂടി പറഞ്ഞിട്ടേ അവൻ മരിക്കൂ. ഇതാണ് ഇതിന്റെ മറുപടി. ഈ ചോദ്യത്തിന് എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൊരു ചോദ്യം ചോദിക്കുകയാണ്. അതിൻ്റെ വിധി ഉസ്താദ് പറഞ്ഞാൽ, അതായത് എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിൽ അസുഖമായിട്ട് കിടക്കുമ്പോൾ, സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ പനിയും വറയലും വന്ന് ഏകദേശം സക്കറാത്തിൻ്റെ സമയത്ത് ബദരീങ്ങളേന്ന് എൻ്റെ ഉമ്മ വിളിച്ചു. ബദരീങ്ങളേന്ന് വിളിച്ച് വിറച്ചിട്ട് പൊന്തി ബദരീങ്ങളേന്ന് വിളിച്ച് അങ്ങ് കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉറക്കെ ഉച്ചരിച്ച് എൻ്റെ അമ്മ മരിച്ചു. ഇതിൻ്റെ വിധി എന്താണെന്ന് സാർ? അൽഹംദുലില്ലാഹ്, നമ്മൾ പറഞ്ഞതിന് ഒരു അനുഭവം വിവരിച്ച എൻ്റെ സുഹൃത്തിന് നന്ദി. അതാ ഞാൻ പറഞ്ഞത്, ബദരീങ്ങളെ വിളിച്ചാൽ, മുഹിയുദ്ദീൻ ഷേഖിനെ വിളിച്ചാൽ അപ്പോൾ അവർ ഉടനെ ഇടപെടും. എന്നിട്ട് ആ ഇടപെടൽ കൊണ്ട് നമുക്ക് പറയാൻ കഴിയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ സഹായം. ആ സഹായം അവർ തരും എന്നതിന് അനുഭവം തന്നെ സാക്ഷിയാണ്. അഭിനന്ദനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മഹാന്മാരെ അല്ലെങ്കിൽ ഇതിന് മുമ്പ് വന്ന മുർസലീങ്ങളെ അപകട സമയത്തിൽ വിളിച്ചതായ ഏതെങ്കിലും തെളിവുണ്ടോ? അതിന് ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയുന്നത് പറഞ്ഞു തെളിവ് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകളെ വിളിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. കാരണം നമ്മളെക്കാൾ വലിയ ആളുകളെ വിളിക്കലാണ് സഹായം തേടുക എന്ന് പറയുന്നത്, അല്ലേ? നമ്മളെക്കാൾ വലിയ ആളുകളെയാണ് നമ്മൾ വിളിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയ ഒരാളില്ല, അത് അല്ലാഹു തന്നെയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ഇങ്ങോട്ട് പറഞ്ഞു, എന്ത്? അന സയ്യിദു വൽദി ആദം ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാ ജനങ്ങളോടും പറഞ്ഞു, ആദമിന്റെ സന്തതികളായ മനുഷ്യർ എവിടെയുണ്ടോ അവരൊക്കെയും എവിടെയുണ്ടെങ്കിലും ആ സമൂഹത്തെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ അവർക്കൊക്കെ ആപത്തിന്റെ സമയത്തും മുസീബത്തിന്റെ സമയത്തും സഹായിക്കാനുള്ള ആളാണ്. ആ ഹദീസിന്റെ അർത്ഥം ഇമാം നബവി തന്റെ ശർഹ് മുസ്ലിമിൽ അങ്ങനെ തന്നെ പറഞ്ഞു, ഐ ഹുവല്ലദീ യുഫ്സൗ ഇലൈഹി ഫിന്നവാഇബി വസ്സദാഇ فيقوم بأمرهم ويتحمل عنهم مكارههم ويدفع عنهم. നബി തങ്ങൾ ഒരു നേതാവാണ്. എങ്ങനെയുള്ള നേതാവ്? യുഫ്സൗ ഇലൈഹി, ആ നേതാവിലേക്ക് അഭയം തേടപ്പെടുന്നു. ഫിന്നവാഇബി, ബുദ്ധിമുട്ടുള്ള സമയത്ത്, വസ്സദാഇദി, അതേ ശക്തമായ എടങ്ങേറുകളും മുസീബത്തും വരുന്ന സമയത്ത് അഭയം തേടുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സഹായം തേടിയാലോ ഫയഖൂമു ബിഅംരിഹിം, അവരുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുന്നു. വയതഹമ്മലു അൻഹും മകാരിഹും, അവരെ ബുദ്ധിമുട്ടുകളെ നബി തങ്ങൾ നീക്കം ചെയ്യുന്നു എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരോടുമാണ്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ചോദ്യകർത്താവും എല്ലാവരും മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പറയുന്നത്, നിങ്ങൾ ഏത് ആപത്തിൽപ്പെട്ടാലും, നിങ്ങൾ ഏത് മുസീബത്തിൽ അകപ്പെട്ടാലും പേടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് അഭയം തേടുന്ന നേതാവാണെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് നല്ലത് ആ വാക്ക് അംഗീകരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായമർത്ഥിക്കുകയും ചെയ്യലാണ് എന്നതാണ് ആ വിഷയത്തിൽ പറയാനുള്ള മറുപടി.